കേരളത്തിൽ തന്നെ എടുത്താൽ പല വേദികളിലും പല രീതിയിലുള്ള ഓഡിയൻസ് ആണ്. പക്ഷേ എല്ലാവരും എനിക്ക് തോന്നുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി അതായിരിക്കാം. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നത് കണക്ട് ചെയ്യുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെ കണക്ട് ചെയ്യായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ ഞങ്ങൾ ഭജൻ കണക്ട് വെച്ചു, അപ്പോൾ തൃശ്ശൂരെ ഭജൻ കണക്ട് വെച്ചു. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ചൊരു എക്സ്പ്രസീവ് ആണല്ലോ, നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ കുറച്ചൊരു കരയും. ദുബായിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ പ്രൊഫഷണലി എക്സിക്യൂട്ടീവ് ആൾക്കാരാണ്, അപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് റിസർവ്ഡ് ആയിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ വർക്ക് ചെയ്യുന്ന ബോസ് വന്നിട്ടുണ്ടായിരുന്നു പരിപാടി. പുള്ളി ആക്ച്വലി വർഷങ്ങളായിട്ട് കോർപ്പറേറ്റ് ലൈഫിൽ കുറേ രാജ്യങ്ങളിൽ റീജിയണൽ ഹെഡായിട്ട് നടന്ന് അങ്ങനെ വർക്ക് ചെയ്ത ഒരു പ്രൊഫഷണൽ ആളാണ്. പക്ഷേ പുള്ളി ഇമോഷണലി കുറേ ഇതുപാട് യാതൊരു ബന്ധങ്ങളും പുള്ളിക്ക് വർഷങ്ങളായിട്ടില്ല. പക്ഷേ സാറാണെന്നുണ്ടെങ്കിലും അവിടെ വന്ന് പുള്ളി ഇമോഷണലി കണക്ട് ആയി. പക്ഷേ പുള്ളി എക്സ്പ്രസ് ചെയ്യത്തില്ല. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നീ ക്വിറ്റ് ചെയ്യണം ഈ പരിപാടി, നീ FMCG ലൈഫ് ഉപേക്ഷിച്ചിട്ട് നീ ഇത് പോകണം, നിനക്ക് മനസ്സിലാകുന്നില്ല ആൾക്കാർ നിനക്ക് എത്രത്തോളം സ്നേഹം തരുന്നതെന്ന്. ജോലി വിടാൻ ഒരു ബോസ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അല്ല, എൻ്റെ എക്സ്പോസ് ആണ്. പുള്ളി ഇപ്പോൾ വേറെ കമ്പനിയിൽ പോയി, ഇപ്പോഴത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലല്ല. പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, നീ യു ആർ നോട്ട് മെന്റ് ഫോർ ദിസ്, അതായത് FMCG അതല്ല നിന്റെ പർപ്പസ് എന്ന്.